പലരും പറയണ്ട് യൗവനത്തിലുള്ള ആളുകൾ, യുവാക്കളെ കുറെ ശേഖരിക്കണം ഭാഗവതം കേൾക്കാനും ഗീത കേൾക്കാനും ഒക്കെ. എനിക്കങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അവർ പലരും ഇത് ആവശ്യമില്ല. അവരിൽ ചിലർക്ക് അതിൻ്റെ ആവശ്യം വരും. അവർ ഭാഗ്യവാന്മാരാണ്. നല്ല ഇന്ദ്രിയങ്ങളൊക്കെ ബലമായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ ബ്രഹ്മവിദ്യ വേണമെന്ന് ആശിക്കുന്നതും ഭാഗ്യവാൻ. ജീവിതം മുഴുവൻ അതിൻ്റെ സുഖം അനുഭവിക്കാം. പക്ഷേ വയസ്സാവുമ്പോൾ, വയ്യാതാവുമ്പോൾ വേറെ ഒന്നും നമുക്ക് അനുഗ്രഹം ചെയ്യാൻ ഉണ്ടാവില്ല. നമ്മളുടെ ഉപാസനകളടക്കം നമ്മളെ കൈവിട്ടു പോകും. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്, ഒരു സ്ഥിതി. എന്താ ആ സ്ഥിതിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും, ധ്യാനിക്കുന്നില്ലെങ്കിലും, നിങ്ങൾ ജപിക്കുന്നില്ലെങ്കിലും, നിങ്ങൾ പൂജിക്കുന്നില്ലെങ്കിലും, നിങ്ങളെ ആരും വന്ന് അന്വേഷിക്കുന്നില്ലെങ്കിലും, അഥവാ ആരും സ്നേഹമായിട്ട് പെരുമാറുന്നില്ലെങ്കിലും